10th question. Determine whether the following function functions are harmonic. If your answer is yes, find a corresponding analytic function. Find a corresponding analytic function fz is equal to uxy plus ivxy. First one, u is equal to x divided by x square plus y square. B, u is equal to log mod z. C, u is equal to minus e raised to minus x sin y. D, u is equal to sin x cos hy. അപ്പോൾ 4 പാർട്ടാണ്. ഇത് ഓരോന്നും ഹാർമോണിക് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഹാർമോണിക് ആണെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് അനലിറ്റിക് ഫംഗ്ഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് ആയിട്ട് നോക്കാം. u is equal to x by x square plus y square. അപ്പോൾ നമുക്ക് യു എക്സും യു വൈയും യു എക്സ് എക്സും യു വൈ വൈയും കണ്ടുപിടിച്ചാലേ ഹാർമോണിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ യു എക്സ് കാണാൻ വേണ്ടി നമുക്ക് കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1 മൈനസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഡിനോമിനേറ്റർ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പോൾ എക്സ് ഇൻറ്റു ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 2x അല്ലേ വരുവുള്ളൂ, ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ നമ്മളതിനെ സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു, നമ്മൾ മനസ്സിലൊന്ന് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരുപാട് സ്റ്റെപ്പ് ആയി പോകും. നമ്മൾ നോക്കുവാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2x സ്ക്വയർ വരില്ല. അപ്പോൾ എക്സ് സ്ക്വയറും മൈനസ് 2x സ്ക്വയറും കൂടെ വരുമ്പോൾ മൈനസ് വൈ സ്ക്വയർ. അപ്പം വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ വരും. ഇനി നമ്മൾ യു വൈ ആണ് ചെയ്യുന്നതെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ചെയ്യേണ്ടത്. യുവിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് 0 വരും വിത്ത് റെസ്പെക്ട് ടു വൈ ആയത്, മൈനസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോൾ എക്സ് വൈ സ്ക്വയറിൻ്റേത് 2y ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മൈനസ് 2xy ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ യു എക്സും കിട്ടി, യു വൈയും കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? യു എക്സ് എക്സും യു വൈ വൈയും കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് യു എക്സ് എക്സ് കാണാം. യു എക്സ് എക്സ് എന്ന് പറയുമ്പം ഇതിനെ നമ്മൾ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുവാണ്. അപ്പം യു എക്സ് എക്സ് ഇസ് ഈക്വൽ ടു ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ന്യൂമറേറ്റർ. അപ്പോൾ വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിൻ്റെത് 0 മൈനസ് 2x എന്ന് വരും, മൈനസ് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പം 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഓൾ സ്ക്വയറിൻ്റെത് 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, പിന്നെ ഇതിൻ്റെ ഡെറിവേറ്റീവും കൂടെ വരും. അപ്പോൾ അത് 2x ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഓൾ റൈസ് ടു 4 എന്ന് വരും. നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ മൈനസ് 2x ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 2 4, അപ്പോൾ 4x ഇൻറ്റു വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഓൾ റേസ് ടു 4 എന്ന് വരും. ഒരു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കോമൺ ആയിട്ട് കളഞ്ഞാൽ മൈനസ് 2x ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കളഞ്ഞു, മൈനസ് 4x ഇൻറ്റു വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഓൾ റേസ് ടു 3 എന്ന് വരും. അതായത് നമ്മൾ ഒരു സ്റ്റെപ്പ് ഞാൻ ചെയ്തില്ല, അല്ലെ ഒരുപാട് സ്റ്റെപ്പല്ലേ ആവുമെന്ന് വിചാരിച്ചിട്ടാണ്
എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഇവിടുന്നും പുറത്തെടുത്തു, ഇവിടുന്നും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പുറത്തെടുത്താൽ മിച്ചം എന്താ? -2x ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ -4x ഇൻറ്റു വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. എന്നിട്ട് ആ പുറത്തെടുത്ത എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറും ഇവിടുത്തെ ഒരു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറും കൂടെ കട്ട് ചെയ്യുമ്പം നമുക്കിത് കിട്ടും. സോ ദിസ് ഈസ് ഈക്വൽ ടു -2x³ -2xy സ്ക്വയർ -4x y square plus 4x³ divided by x square plus y square all raised to 3. This is equal to 4x³ minus 2x³ എന്ന് പറയുമ്പോൾ 2x³ minus 6xy square divided by x square plus y square all raised to 3. സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് 2x പുറത്തെടുത്താൽ x square minus 3y square divided by എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഓൾ റേസ് ടു 3 എന്ന് കിട്ടി. ഇതാണ് UXX. ഇനി നമുക്ക് UYY കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് നോക്കിയേക്കണം എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടോ എന്ന്. നമുക്ക് UYY ചെയ്യാം. UYY ഈസ് ഈക്വൽ ടു നമുക്ക് ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ നോമറേറ്റർ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. അപ്പം -2xyയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് പറയുമ്പം -2x വരും. -2x മൈനസ് ന്യൂമറേറ്റർ എന്ന് പറയുമ്പോൾ -2xy. അപ്പോൾ അത് +2xy ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ഇത്രയും വരും ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഓൾ റേസ് ടു 4 എന്ന് വരും. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറും കോമൺ ആയിട്ട് പുറത്തെടുത്താൽ മിച്ചം എത്രയുണ്ട്? -2x ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2x ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ 2y ഇൻറ്റു 2 4y ഇൻറ്റു 2xy എന്ന് പറയുമ്പോൾ 8xy സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഓൾ റേസ് ടു 3 ആകും. കാരണം ഒരു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മുമ്പത്തെ പോലെ തന്നെ ഇവിടുന്നും പുറത്തെടുത്തു, അത് ഡിനോമിനേറ്ററുമായിട്ട് ക്യാൻസൽ ചെയ്തു. സോ ദിസ് ഈസ് ഈക്വൽ ടു -2x³ -2xy സ്ക്വയർ പ്ലസ് 8xy സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഓൾ റേസ് ടു 3. നമ്മളിത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -2x³ പ്ലസ് 6xy സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു -2x³ പ്ലസ് 6xy സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഓൾ റേസ് ടു 3. നമുക്ക് 2x പുറത്തെടുത്താൽ -2x പുറത്തെടുത്താൽ എക്സ് സ്ക്വയർ മൈനസ് 3y സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഓൾ റേസ് ടു 3. നമുക്ക് UXX പ്ലസ് UYY 0 ആണെന്നോ നോക്കണ്ട. UXX നമ്മൾ എടുക്കുമ്പം 2x³ മൈനസ് 6xy സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഓൾ റേസ് ടു 3. അടുത്തത് -2x UYY ആണ് ഇത് ചെയ്ത് വെച്ചേക്കുന്നത്. -2x³ പ്ലസ് 6xy സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഓൾ റേസ് ടു 3 എന്ന് വരും. ഇത് നമ്മൾ നോക്കുവാണെങ്കിൽ 2x³ -2x³ -6xy സ്ക്വയർ പ്ലസ് 6xy സ്ക്വയർ. സോ ദിസ് ഈസ് ഈക്വൽ ടു 0. Therefore, since UXX plus UYY equal to 0, U is harmonic. അപ്പോൾ ഹാർമോണിക് ആണെന്ന് കിട്ടി. അപ്പോൾ നമ്മളോട് ചെക്ക് വെദർ ഇഫ് U ഈസ് ഗിവൺ ഫംഗ്ഷൻ ഹാർമോണിക് ആണെങ്കിൽ നമുക്ക് അത് U ആണെങ്കിൽ U റിയൽ പാർട്ടും V ഇമാജിനറി പാർട്ടും വരുന്ന ഒരു അനലിറ്റിക് ഫംഗ്ഷൻ കണ്ടുപിടിക്കാനും കൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ബൈ കോഷി-റീമാൻ ഇക്വേഷൻ ബൈ CR ഇക്വേഷൻ we have Ux equal to Vy, Uy equal to -Vx. അപ്പോൾ Vy എന്ന് പറയുന്നത് Ux നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. Ux എന്ന് പറയുന്നത് y സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഇനി Vx എന്ന് പറയുന്നത് -Uy ആണല്ലോ.
വി എക്സ് ഇംപ്ലൈസ് വി എക്സ് ഈക്വൽ ടു മൈനസ് യു വൈ. അപ്പോൾ മൈനസ് യു വൈ ഇവിടെ നമ്മൾ മൈനസ് ഓഫ് 2xy പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ. അപ്പോൾ അത് പ്ലസ് 2xy ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. നമ്മുടെ കയ്യിൽ വി വൈയും ഉണ്ട് വി എക്സും ഉണ്ട്. നമുക്ക് വി കണ്ടുപിടിക്കണം. വി ഉണ്ടെങ്കിലേ നമുക്ക് എഫ് ഇസഡ് പറ്റുള്ളൂ. അപ്പോൾ വി വൈയും വി എക്സിൽ നിന്ന് വി കിട്ടാൻ വേണ്ടി നമ്മൾ നേരത്തെ പ്രോബ്ലം 9th പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തതാണ്. നമ്മൾ അവിടെ എന്താ വി വൈയും വി എക്സും കിട്ടിക്കഴിഞ്ഞാൽ വി വൈയെ വൈ വെച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്യും. അപ്പം ഇതിനെ നമ്മൾ 1 എന്നും ഇതിനെ നമ്മൾ 2 എന്നും വിളിക്കുവാണെങ്കിൽ ഇൻറ്റഗ്രേറ്റിംഗ് 1 വിത്ത് റെസ്പെക്ട് ടു വൈ, വി വൈയെ നമ്മൾ വൈ വെച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്യുവാണെങ്കിൽ വി ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഡി വൈ എന്ന് വരും. ഇത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഫോർമുലയൊന്നും അറിയത്തില്ല ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം നമ്മൾ ഇത് ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡും അത്ര എളുപ്പമല്ല. കാരണം ഇവിടെ വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറും ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയറും കിടക്കുന്നത്. ഇവിടെ എക്സ് ഒരു കോൺസ്റ്റൻ്റ് ആണെന്നുള്ള കൺസെപ്റ്റ് നമുക്ക് വേണം. അപ്പോൾ നമ്മൾ സൈഡിലൊന്ന് ചെയ്ത് നോക്കുക എന്നുള്ളതേ ഉള്ളൂ നമുക്ക്. കാരണം ഡിനോമിനേറ്ററിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കിടക്കുന്നത് കൊണ്ട് നമ്മൾ വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ ഒന്ന് ചെയ്ത് നോക്കാം. ഇതിനെ വൈ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് പറയുമ്പോൾ 2y ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. സിംപ്ലിഫൈ ചെയ്യുമ്പം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2y സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അതെന്ന് പറഞ്ഞാൽ എന്താ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. നമുക്ക് ഇതിൻ്റെ നെഗറ്റീവ് അല്ലേ വേണ്ടത്. അപ്പോൾ നമുക്ക് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണെങ്കിൽ അതിനെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പം മൈനസ് വൈ ആയിരുന്നുവെങ്കിൽ ഇവിടെ നമ്മൾ മൈനസ് കൊടുത്താൽ ഇവിടെ -1 വരും, ഇവിടെ പ്ലസ് വരും. അപ്പം ഇത് മൈനസ് എക്സ് സ്ക്വയർ, ഇത് മൈനസ് വൈ സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ. അപ്പോൾ അത് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ നമുക്ക് വേണ്ട ഫോമിൽ വരും. അപ്പോൾ അതേ ഇവിടെ മാർഗ്ഗമുള്ളൂ, അല്ലാതെ നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയല്ല. അപ്പോൾ നമ്മൾ സൈഡിൽ ചെയ്ത് നോക്കിയപ്പം ദിസ് ഈസ് ഈ സെയിം ആസ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. കാരണം എന്താ, നമ്മൾ മൈനസ് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇത് ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ ആയതുകൊണ്ട് നമ്മുടെ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് എച്ച് ഓഫ് എക്സ് നമ്മൾ ഇടണം. നമ്മൾ നേരത്തെയും കണ്ടതാണ്. കാരണം ഈ നമ്മൾ വിക്കകത്ത് എക്സ് ടേം എന്തെങ്കിലും മാത്രമായിട്ട് കിടക്കുകയാണെങ്കിൽ അത് വി വൈക്കകത്ത് വരത്തില്ല. അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മളൊരു ഫംഗ്ഷൻ ഓഫ് എച്ച് ഓഫ് എക്സ്. ഇതിനെ ഇക്വേഷൻ 3 എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ ചെയ്തത് വി വൈ എന്ന് പറയുന്ന ഇതായിരുന്നു. അപ്പോൾ വി കിട്ടാൻ വേണ്ടി നമ്മൾ അതിനെ വൈ വെച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ വൈ വെച്ച് ഇൻറ്റഗ്രേറ്റ്, ഇതിനെയാണ് നമുക്ക് വൈ വെച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. വൈ വെച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് ഡയറക്റ്റായിട്ട് അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ ഏകദേശം ഒന്ന് കണ്ടിട്ട് ഡിനോമിനേറ്ററിൽ സ്ക്വയർ വരണം. അപ്പം വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറോ എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറോ വരാനാണ് സാധ്യത. അപ്പോൾ നമ്മൾ വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എടുത്തപ്പോൾ മൈനസ് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഇതെന്ന് കിട്ടി. അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ കിട്ടി. എൻ്റെ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ നമ്മൾ സിക്ക് പകരം എച്ച് ഓഫ് എക്സ് കൊടുത്തു. ഇനി നമ്മൾ വി എക്സ് ഡിഫറൻഷ്യേറ്റിംഗ് 3 വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഈ കിട്ടിയതിനെ നമ്മൾ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ വി എക്സ്, ഇത് കാരണം ഇത് വിയാണ്, വി എക്സ് ഈസ് ഈക്വൽ ടു, ഇതിനെ നമ്മൾ എക്സ് വെച്ചാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ 0 മൈനസ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുമ്പം 2x ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഡി എച്ച് ബൈ ഡി എക്സ് ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 0 മൈനസ് ഓഫ് മൈനസ് പ്ലസ് 2xy ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡി എച്ച് ബൈ ഡി എക്സ് ഇക്വേഷൻ 4 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് വി എക്സ് ഇക്വേഷൻ 4 ഇങ്ങനെ കിട്ടി. ഇക്വേഷൻ 2 വി എക്സ് ഇവിടെ കിടപ്പുണ്ട്. അപ്പം 2ഉം 4ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ കമ്പയറിങ് 2 and 4 വി ഗെറ്റ് 2ഉം 4ഉം കൂടെ കമ്പയർ ചെയ്യുമ്പം രണ്ട് വി എക്സും കൂടെ കമ്പയർ ചെയ്യുമ്പം 2xy പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു
2xy by x square plus y square the whole square plus dh by dx എന്ന് കിട്ടി. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? dh by implies dh by dx equal to 0. ഇനി അപ്പം നമുക്ക് എച്ച് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് മാത്രം, കാരണം അതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്തപ്പം 0 ആണ്. അതിൻ്റെ മീനിങ് എന്താണ്? എച്ച് ഓഫ് എക്സ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സിൻ്റെ അകത്ത് ഡെറിവേറ്റീവ് എടുത്തപ്പോൾ 0 എന്ന് പറയുമ്പോൾ എച്ച് ഓഫ് എക്സ് ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് കിട്ടി. ദെർഫോർ വി ഈസ് ഈക്വൽ ടു ഫ്രം 3ക്ക് അത് നമ്മൾ വിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ഈസ് ഈക്വൽ ടു -y ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എച്ച് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് സി എന്ന് കിട്ടി. ദെർഫോർ എഫ് ഇസഡ് ഈസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ഈസ് ഈക്വൽ ടു യു എന്ന് പറയുന്നത് നമുക്ക് തന്നേക്കുന്നതാണ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു വി എന്ന് പറയുന്നത് -y ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സി. അപ്പോൾ നമ്മളതിനെ സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എക്സ് മൈനസ് ഐ വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഐ സി എന്ന് കിട്ടി അല്ലേ. ഇവിടെ എക്സ് മൈനസ് ഐ വൈ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഐ സി. ഇനി നമുക്കറിയാവുന്ന കാര്യമാണ് എക്സ് മൈനസ് ഐ വൈ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് 1/(x - iy) അല്ലേ. 1/(x+iy) കോഞ്ചുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ ഇത് കിട്ടുന്നത്. സോ ദിസ് ഈസ് സെയിം ആസ് 1/(x+iy) പ്ലസ് ഐ സി. കാരണം 1/(x+iy) കോഞ്ചുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x-iy ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. സോ ദിസ് ഈസ് സെയിം ആസ് 1/z പ്ലസ് ഐ സി. ഇങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടെ കൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ പിന്നെ അതിനെ ഇസഡ് ടേംസിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്ത പ്രോസസ്സ് ഒന്നും കൂടെ പറയാം. നമ്മുടെ എ പാർട്ടാണ് നമ്മൾ ചെയ്തത്. ഇവിടെ നമ്മൾ ചെയ്തത് ഇത് ഹാർമോണിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഹാർമോണിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി യു എക്സ് എക്സും യു വൈ വൈയും കണ്ടുപിടിച്ചിട്ട് സം ചെയ്യുമ്പോൾ 0 ആണ്. സം ചെയ്യുമ്പോൾ 0 ആയതുകൊണ്ട് ഹാർമോണിക് ആണെന്ന് കിട്ടി. ഹാർമോണിക് ആണെങ്കിൽ യു എക്സ് ഈക്വൽ ടു വി വൈ യു വൈ ഈക്വൽ ടു -vx എന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്ന വി കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളത് കണ്ടുപിടിച്ചു. അപ്പോൾ എഫ് ഇസഡ് ഈസ് ഈക്വൽ ടു യു പ്ലസ് ഐ വിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി എൻ്റെ സെക്കൻഡ് പാർട്ട്, അവിടെ യു ആണ് തന്നേക്കുന്നത്. യു ഈസ് ഈക്വൽ ടു ലോഗ് മോഡ് ഇസഡ് ആണ്. നമുക്കറിയാം ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ മോഡ് ഇസഡ് എന്ന് പറയുന്നത് √(x² + y² ആണ്. Therefore, u എന്ന് പറയുന്നത് ലോഗ് √√(x² + y² എന്ന് വരും. നമുക്ക് ലോഗ് x² പ്ലസ് എന്ന് പറയുന്നത് എന്താണ്? ലോഗ് x² + y² ഓൾ റേസ് ടു 1/2 എന്ന് വരും. അതിന് നമുക്ക് 1/2 ലോഗ് x² + y² എന്ന് എഴുതാലോ. 1/2 ലോഗ് x² + y². അപ്പോൾ യു എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും 1/2 കോൺസ്റ്റൻ്റ് ആണ്. ലോഗ് x² + y² ഡെറിവേറ്റീവ് 1/x² + y² ഇൻറ്റു 2x എന്ന് വരും. അപ്പം 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് കഴിയുമ്പം നമുക്കത് x ഡിവൈഡഡ് ബൈ x² + y² എന്ന് കിട്ടും. ഇനി യു വൈ ആണെങ്കിൽ യു വൈ എന്ന് പറയുമ്പോൾ 1/2 1 ഡിവൈഡഡ് ബൈ x² + y² ഇൻറ്റു ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ആകുമ്പം 2y എന്ന് വരും. 2ഉം 2ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ അത് y ഡിവൈഡഡ് ബൈ x² + y². അപ്പോൾ യു എക്സും കിട്ടി, യു വൈയും കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? യു എക്സ് എക്സ് ആണ്. യു എക്സ് എക്സ് ചെയ്യാനായിട്ട് ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ x² + y² ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1 മൈനസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് x² + y² എന്ന് പറയുമ്പം 2x ഡിവൈഡഡ് ബൈ x² + y² ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഡിനോമിനേറ്റർ x² + y² ആയിരുന്നു. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1 മൈനസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് x² + y² 2x ഡിവൈഡ് ബൈ x² + y² ദ ഹോൾ സ്ക്വയർ. അപ്പോൾ അത് x² + y² മൈനസ് 2x² ഡിവൈഡഡ് ബൈ x² + y² ദ ഹോൾ സ്ക്വയർ. അപ്പോൾ അത് ചെയ്യുമ്പം y² മൈനസ് x² ഡിവൈഡ് ബൈ x² + y² ദ ഹോൾ സ്ക്വയർ.
യു വൈ വൈ നമുക്ക് സിമിലർലി ചെയ്യാം. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് പറയുമ്പോൾ 1 മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഡിനോമിനേറ്റർ വിത്ത് റെസ്പെക്ട് ടു വൈ 2y ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് പറയും, വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2y സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. സോ ദിസ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. നമ്മൾ യു എക്സ് എക്സും യു വൈ വൈയും കൂടെ ആഡ് ചെയ്യുമ്പം വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ആഡ് ചെയ്യുമ്പം എക്സ് സ്ക്വയറും പോയി വൈ സ്ക്വയറും കൂടെ പോയി ആൻസർ 0 കിട്ടും. Therefore U is harmonic. By Cauchy-Riemann equation, Vy equal to Ux and Ux equal to Vy, Uy equal to minus Vx. അപ്പം അത് മൈനസ് Uy എന്ന് വരും. അപ്പം Vy എന്ന് പറയുന്ന Ux ആണ്. Ux നമ്മൾ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. വി എക്സ് എന്ന് പറയുന്നത് ഇതിന് നമ്മൾ ഇക്വേഷൻ 1 എന്ന് എടുത്തു. വി എക്സ് എന്ന് പറയുന്നത് മൈനസ് Uy ആണ്. മൈനസ് വൈ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടി. ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റിംഗ് 1 വിത്ത് റെസ്പെക്റ്റ് ടു y ചെയ്യും. ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്റ്റ് ടു y ചെയ്യുമ്പം v ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി വൈ. എക്സ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പം ഇത് എ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഫോമിലാണ് വന്നേക്കുന്നത്. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഫോമുലയാണ്. ടാൻ ഇൻവേഴ്സ് എക്സ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ അത് 1 ഡിവൈഡഡ് ബൈ എ സ്ക്വയർ 1 ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പം ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് നമ്മൾ പിന്നെ പഠിച്ചിട്ടുള്ളൊരു ഫോമുലയാണ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ഇൻറ്റു 1 ബൈ എയും കൂടെ വരും, ഇൻറ്റു 1 ബൈ എ. അപ്പോൾ ആ എ മുകളിലോട്ട് വരും. അപ്പോൾ അത് എ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. അത് ക്യാൻസൽ. ഒരു മിനിറ്റ് ഇപ്പുറത്തോട്ട് എഴുതും. ഇൻ്റഗ്രൽ ഓഫ് എ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ. അതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് അതിൻ്റെ റീസൺ ഇത്രേ ഉള്ളൂ. ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് എക്സ് 1 ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പോൾ 1 ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇതും കൂടെ വരില്ല. അപ്പോൾ അത് ഇൻറ്റു 1 ബൈ എ വരും. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ബൈ എ എന്ന് പറയുമ്പോൾ 1 ബൈ എ. നമ്മൾ എൽ സി എടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പം എ സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1 ബൈ എ വരും. അത് ചെയ്യുമ്പം എ ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. അപ്പോൾ ഈ ഒരു റിസൾട്ടിൽ നിന്ന് നമുക്ക് ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ വി എന്ന് പറയുന്നത് എക്സ് കോൺസ്റ്റൻ്റ്. അപ്പോൾ അത് എ ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഫോമിലല്ലേ. അപ്പം therefore വി ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ബൈ എക്സ്. എക്സ് കോൺസ്റ്റൻ്റാണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ബൈ എക്സ് പ്ലസ് എച്ച് ഓഫ് എക്സ് എന്ന് എടുക്കാം. കാരണം വി എ നമ്മൾ വൈ വെച്ചിട്ടാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്തേക്കുക. അപ്പം കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിരിക്കും. ഇനി ഇതിനെ ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ വി എക്സ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. ഇവിടെ നമ്മൾ എക്സ് വെച്ചിട്ടുള്ള ഡെറിവേറ്റീവാണ് വരുന്നത്. ടാൻ ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 1 ഡിവൈഡ് ബൈ 1 പ്ലസ് വൈ ബൈ എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു വൈ. നമ്മൾ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ആണെങ്കിലാണ് 1 ഡിവൈഡ് ബൈ 1 പ്ലസ് വൈ ബൈ എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്.
പക്ഷേ ഇവിടെ എക്സ് അല്ല, അതിന് പകരം എന്താ y/x ആണ്. y/xൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുമ്പം -y/x² എന്ന് വരും അല്ലേ. അപ്പോൾ ഇവിടെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്താൽ മതി. tan ഇൻവേഴ്സ് ഓഫ് എക്സ് ആയിരുന്നെങ്കിൽ 1/1 + x². ഇവിടെ എക്സിന് പകരം y/x ആണ്. അപ്പോൾ y/xൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ മൾട്ടിപ്ലൈ ആണ്. ഒരു ഡെറിവേറ്റീവ് ഓഫ് y/x വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയും -y/x² പ്ലസ് h ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് dh/dx എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/x² + y² ഡിവൈഡഡ് ബൈ x² എന്നുള്ളത് ന്യൂമറേറ്ററിലോട്ട് പോകും ഇൻറ്റു -y/x² പ്ലസ് dh/dx എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു x²ഉം ക്യാൻസൽ ചെയ്ത് പോയി -y/x² + y² പ്ലസ് dh/dx. ഇതിനെ ഇക്വേഷൻ 4 എന്ന് എടുക്കുക. അപ്പോൾ vx നമുക്ക് ഇക്വേഷൻ 2 ഉണ്ട്. കമ്പയറിങ് ഇതിനെ നമ്മൾ 2 എന്ന് വിളിച്ചു. ഇതിനെ നമ്മൾ 2 എന്ന് എടുക്കുവാണെങ്കിൽ comparing 2 and 4 രണ്ടും vx ആണ്. -y/x² + y² is equal to -y/x² + y² plus dh/dx എന്ന് കിട്ടും. therefore dh/dx 0 ആണ്. implies h of x എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് മാത്രമാണ്. therefore the corresponding analytic function f is the corresponding ആദ്യം u എഴുതണമല്ലോ, v എഴുതണം. v is equal, therefore v is equal to v എന്ന് പറയുന്നത് നമ്മൾ ഇക്വേഷൻ 3 പറഞ്ഞു വെച്ചിട്ടുണ്ട്. tan ഇൻവേഴ്സ് ഓഫ് y/x പ്ലസ് h of x എന്ന് പറയുന്നത് c ആണ്. the harmonic conjugate is harmonic conjugate of u എന്ന് പറയുന്നത് tan inverse of y/x plus c ആണ്. The corresponding analytic function is f z equal to u plus iv. u തന്നിട്ടുണ്ട് log mod z plus I into tan inverse of y/x plus c എന്ന് വരും. ലോഗ് മോഡ് ഇസഡ് പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് y/x എന്ന് പറയുന്നത് നമ്മുടെ ആർഗ്യുമെൻറ്റ് ഓഫ് ഇസഡ് i ഇൻറ്റു ആർഗ്യുമെൻറ്റ് ഓഫ് ഇസഡ് പ്ലസ് IC. ഇതാണ് നമുക്ക് കിട്ടുന്ന എഫ് ഇസഡ്. അല്ലെങ്കിൽ നമ്മൾ മൊത്തം ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ ഇട്ടാൽ മതി. ലോഗ് ഓഫ് √x² + y² പ്ലസ് ഒന്ന് ഇസഡും ഒന്ന് XY ആയിട്ട് എഴുതരുത്. ലോഗ് മോഡ് ഇസഡ് എന്ന് കിടക്കുന്നതുകൊണ്ട് നമ്മൾ അതിനെ ആർഗ്യുമെൻറ്റ് ഓഫ് ഇസഡിലോട്ട് കൺവേർട്ട് ചെയ്യും. ഇനി ഈ പാർട്ടിൽ നമുക്ക് ഇസഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഈ ഇസഡിനെ എക്സും വൈയിലോട്ടും കൺവേർട്ട് ചെയ്താൽ മതി. നമുക്ക് സി പാർട്ട് നോക്കാം. അവിടെ തന്നിരിക്കുന്നത് യു അല്ല, അത് വി ആണ്. ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയപ്പോൾ മാറിപ്പോയതാണ്. ഇവിടെ രണ്ടും വി ആണ്. വി ഈസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ വി ആണ്. വി ഈസ് ഈക്വൽ ടു e⁻⁻x sin y-യും അടുത്തത് വി ഈസ് ഈക്വൽ ടു sin x cos hy-യും. യു അല്ല, വി ആണ് തന്നേക്കുന്നത്. അപ്പം നമുക്ക് വി ഈസ് ഈക്വൽ ടു -e⁻⁻x sin y. ഇത് ഹാർമോണിക് ആണോ അല്ലയോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. വി എക്സ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആകുമ്പം e⁻⁻x sin y ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് e⁻⁻x എന്ന് പറയുന്നത് -1 വരും. മൈനസ് ഓഫ് e⁻⁻xൻ്റെ e⁻⁻x ഇൻറ്റു -1. അപ്പോൾ വി എക്സ് ഇതാണ്. അപ്പോൾ അത് ദിസ് ഈസ് ഈക്വൽ ടു പ്ലസ് ആയി e⁻⁻x sin y എന്ന് വരും. വി എക്സ് എക്സ് ചെയ്യുമ്പം ഒന്നും കൂടെ മൈനസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ -e⁻⁻x sin y. ഇനി വി വൈ ചെയ്യുമ്പം -e⁻⁻x cos y വരും. വി വൈ വൈ ചെയ്യുമ്പം -e⁻⁻x cos y-യുടേത് -sin y. അപ്പോൾ അത് e⁻⁻x sin y എന്ന് വരും. വി എക്സ് എക്സ് പ്ലസ് വി വൈ വൈ ചെയ്യുമ്പം -e⁻⁻x sin y പ്ലസ് e⁻⁻x sin y എന്ന് വരും. ആഡ് ചെയ്യുമ്പം 0. therefore
V is harmonic. By CR equation, Ux equal to Vy and Uy equal to minus Vx. അപ്പോൾ Vy എന്ന് പറയുമ്പം അത് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് കോസ് വൈ. അപ്പോൾ യു എക്സ് ഇതാണ്. ഇതിനെ ഇക്വേഷൻ 1 എടുക്കുക. യു വൈ എന്ന് പറയുന്നത് യു വൈ മൈനസ് വി എക്സ് ആണ്. അത് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് സൈൻ വൈ എന്ന് വരും. അതിനെ ഇക്വേഷൻ 2 എന്ന് എടുക്കുക. അപ്പോൾ യു എക്സ് ഇക്വേഷൻ 1, യു വൈ ഇക്വേഷൻ 2. അപ്പോൾ നമുക്ക് ഇതിലേതെങ്കിലും ഒരെണ്ണത്തിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് യു കിട്ടും. അപ്പോൾ നമുക്ക് യു വൈയെ ഇൻ്റഗ്രേറ്റ് ചെയ്യുവാണെങ്കിൽ യു വൈ ഈക്വൽ ടു മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് സൈൻ വൈ ആണ്. ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ, യു ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് സൈൻ വൈ ആണ്, ഡി വൈ എന്ന് വരും. അതിൽ ഈ മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് കോൺസ്റ്റൻ്റ് ആണ്. ഇൻ്റഗ്രൽ ഓഫ് സൈൻ എന്ന് പറയുമ്പം അത് മൈനസ് കോസ് വൈ പ്ലസ് ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈ ആയതുകൊണ്ട് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എച്ച് ഓഫ് എക്സ് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് കോസ് വൈ പ്ലസ് എച്ച് ഓഫ് എക്സ് എന്ന് കിട്ടും. ഇതിനെ ഇക്വേഷൻ 3 എന്ന് എടുക്കാം. ഇതിനെ ഡിഫറൻഷ്യേറ്റിംഗ് 3 വിത്ത് റെസ്പെക്ട് ടു എക്സ് യു കിട്ടി, യു വൈയിൽ നിന്ന് യു കിട്ടി, അതിനെ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ യു എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് കോസ് വൈ പ്ലസ് ഡി എച്ച് ബൈ ഡി എക്സ്. അതിനെ ഇക്വേഷൻ 4 എന്ന് എടുക്കുക. കമ്പയറിങ് നമുക്ക് യു എക്സ് 1ലുണ്ട് 1 and 4, 1ഉം 4ഉം കൂടെ കമ്പയർ ചെയ്യുമ്പം മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് കോസ് വൈ ഇസ് ഈക്വൽ ടു മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് കോസ് വൈ പ്ലസ് ഡി എച്ച് ബൈ ഡി എക്സ് എന്ന് വരും. അപ്പം ഡി എച്ച് ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 0 implies h of x equal to 0 എന്ന്, h of x equal to constant എന്ന് കിട്ടി. Therefore u is equal to, u നമുക്ക് ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, e raised to minus x cos y plus c എന്ന് കിട്ടി. The corresponding harmonic ഇത് ഹാർമോണിക് കോഞ്ചുഗേറ്റ്, the corresponding analytic function fz is equal to u plus iv. u എന്ന് പറയുന്നത് e raised to minus x cos y plus c plus i into v നമുക്ക് ഓൾറെഡി തന്നേക്കുന്നതാണ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് സൈൻ വൈ. നമ്മൾ ഇ റേസ് ടു മൈനസ് എക്സ് കോമൺ ആയിട്ട് എടുത്താൽ കോസ് വൈ മൈനസ് ഐ സൈൻ വൈ പ്ലസ് സി എന്ന് കിട്ടും. അപ്പോൾ ഇ റേസ് ടു മൈനസ് എക്സ് കോസ് വൈ മൈനസ് ഐ സൈൻ വൈ പ്ലസ് ഐ സി, ഇതാണ് നമ്മുടെ അനലിറ്റിക് ഫംഗ്ഷൻ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് വി വെച്ചിട്ടാണ്, വി ആണ് തന്നേക്കുന്നത്. അപ്പോൾ ഫോർമുല കൃത്യമായിട്ട് ഓർത്തോണം. വി ഹാർമോണിക് ആണെന്ന് കാണിക്കാൻ വേണ്ടി അതിൻ്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് സം ചെയ്യുമ്പോൾ 0 ആണെന്ന് കാണിച്ചാൽ മതി. സി ആർ ഇക്വേഷൻ എടുക്കുന്നതിനാണ് വ്യത്യാസം. മറ്റോടത്ത് നമ്മൾ വി വൈ ആണ്. ഇവിടെ നമുക്ക് വി എക്സും വി വൈ നമ്മുടെ കയ്യിലുണ്ട്, യു ആണ് കണ്ടുപിടിക്കുക. അപ്പോൾ യു എക്സ് ഈക്വൽ ടു വി വൈ, യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് നിന്ന് യു എക്സും യു വൈയും കിട്ടി. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയും പിന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് യു കിട്ടും. ഇനി ഒരു പാർട്ടും കൂടി ഉണ്ടായിരുന്നു, ലാസ്റ്റ് വൺ. വി ഈസ് ഈക്വൽ ടു സൈൻ എക്സ് കോസ് എച്ച് വൈ. വി എക്സ് ചെയ്യുമ്പം കോസ് എക്സ് കോസ് എച്ച് വൈ. വി എക്സ് എക്സ് ചെയ്യുമ്പം മൈനസ് സൈൻ എക്സ് കോസ് എച്ച് വൈ. ഇനി വി വൈ ചെയ്യുമ്പം സൈൻ എക്സ് സൈൻ എച്ച് വൈ. വി വൈ വൈ ചെയ്യുമ്പം സൈൻ എക്സ് കോസ് എച്ച് വൈ വരും. ഈ വി എക്സ് അപ്പോൾ ഇവിടെ വി ഇസ് ഈക്വൽ ടു സൈൻ എക്സ് കോസ് എച്ച് വൈ ആയിരുന്നു. എക്സ് വെച്ച് ചെയ്യുമ്പം സൈൻ്റേത് കോസ് ആയിട്ട് മാറും, കോസ് എച്ച് വൈക്ക് വ്യത്യാസമൊന്നും വരും. പിന്നെ ഒന്നും കൂടെ എക്സ് വെച്ച് ചെയ്യുമ്പോൾ കോസിൻ്റേത് മൈനസ് സൈൻ എക്സ്, അപ്പോൾ മൈനസ് സൈൻ എക്സ് കോസ് എച്ച് വൈ വരും. ഇനി വി വൈ ചെയ്യുമ്പം വി വൈ ഈക്വൽ ടു സൈൻ എക്സ് കോസ് എച്ച് വൈ ആയിരുന്നു. അതിന് സൈൻ എക്സ് കോൺസ്റ്റൻ്റ് ആണ്, കോസ് എച്ച് വൈയുടെ ഡെറിവേറ്റീവ് സൈൻ എച്ച് വൈ വരും.
അടുത്തത് ചെയ്യുമ്പോഴും സൈൻ എക്സ് കോൺസ്റ്റൻ്റ് ആണ്, സൈൻ എച്ച് വൈയുടെ കോസ് എക്സ് വൈ. ഇനി വി എക്സ് എക്സ് പ്ലസ് വി വൈ വൈ എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് കോസ് എച്ച് വൈ പ്ലസ് സൈൻ എക്സ് കോസ് എച്ച് വൈ വരും. വിച്ച് ഈസ് ഈക്വൽ ടു 0. therefore വി ഈസ് ഹാർമോണിക്. എപ്പോഴും ഇങ്ങനെ ഹാർമോണിക്കായിട്ട് കിട്ടണമെന്ന് നിർബന്ധമില്ല കേട്ടോ, ഇത് ചെയ്തതെല്ലാം ഹാർമോണിക് ആണെന്നുള്ളതേ ഉള്ളൂ. വി ഈസ് ഹാർമോണിക്. therefore ബൈ സി ആർ ഇക്വേഷൻ യു എക്സ് ഈക്വൽ ടു വി വൈ, ഇറ്റ് ഈസ് വി വൈ എന്ന് പറയുമ്പം സൈൻ എക്സ് സൈൻ എച്ച് വൈ, യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് മൈനസ് കോസ് എക്സ് കോസ് എച്ച് വൈ. ഇതിനെ 1 എന്നും ഇതിനെ 2 എന്നും വിളിച്ചു. ഇൻ്റഗ്രേറ്റിംഗ് 2 വിത്ത് റെസ്പെക്ട് ടു വൈ. u is equal to integral of minus cos x cos hy dy minus cos x into integral of cos sin hy വരും പ്ലസ് h of x വരും. ഇതിനെ ഇനി എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ 3യെ ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു ചെയ്യാം. ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ഡിഫറൻഷ്യേറ്റിംഗ് 3 വിത്ത് റെസ്പെക്ട് ടു എക്സ്. യു എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് കോസ് എക്സിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ അത് സൈൻ എക്സ് ആയിട്ട് മാറി. സൈൻ എക്സ് സൈൻ എച്ച് വൈ പ്ലസ് ഡി എച്ച് ബൈ ഡി എക്സ്. ഇക്വേഷൻ 4. ഓൾറെഡി യു എക്സ് നമുക്ക് ഇക്വേഷൻ 1 ഉണ്ട്. കമ്പയറിങ് 1 and 4. 1 and 4 sin x sin hy is equal to sin x sin hy plus dh by dx. sin x sin hy പോയി dh by dx ഈക്വൽ ടു 0. എപ്പോഴും dh by dx 0 വരണമെന്ന് നിർബന്ധമില്ല. ഇവിടെ എല്ലാം ഇങ്ങനെ വന്നു, അല്ലെങ്കിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ ആദ്യത്തെ പ്രോബ്ലം അങ്ങനെയായിരുന്നു. ഇവിടെ dx by dh നമ്മൾ ചെയ്തപ്പം h of x c എന്ന് കിട്ടി. therefore u is equal to യു നമ്മൾ മൈനസ് കോസ് എക്സ് സൈൻ എച്ച് വൈ എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് പ്ലസ് എച്ച് ഓഫ് എക്സ് സി. therefore the corresponding analytic function is fz equal to u plus iv equal to minus cos x sin hy plus c plus I into v എന്ന് പറഞ്ഞിരിക്കുന്നത് sin x cos hy sin x cos hy. അപ്പോൾ അത് മൈനസ് കോസ് എക്സ് സൈൻ എച്ച് വൈ പ്ലസ് ഐ സൈൻ എക്സ് കോസ് എച്ച് വൈ പ്ലസ് സി. ഇതാണ് നമ്മുടെ കറസ്പോണ്ടിങ് അനലിറ്റിക് ഫംഗ്ഷൻ.